വന്ദനം. കുടിയിറക്കപ്പെടുന്ന ഒരു കൂട്ടം ജനതയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം. മരട് ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വൻനികുതി വെട്ടിപ്പുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കേൾക്കണം. കഴിഞ്ഞ മാസം വരെ ഞങ്ങള് മുനിസിപ്പാലിറ്റി വില്ലേജിൽ ടാക്സ് അടച്ചാണ്. ഒരു വാക്ക് അവർക്ക് പറയാമായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് വന്ന് ഇറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ എന്നോട് ഇറങ്ങി പോകാനാണ്. ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഇടമില്ല. ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ അധ്വാനവും ചിലവഴിച്ച് നിർമ്മിച്ച കുറച്ച് വീടുകൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് അത് പൊളിച്ചു കളഞ്ഞെന്നൊക്കെ പറഞ്ഞ ഞങ്ങളൊക്കെ നോക്കിയിരിക്കുകയല്ല. ഭാഗ്യപ്പോഴും കുടിയേറക്കപ്പെടുന്നവരുടെ കൂടെയാണ്. പാർട്ടി എപ്പോഴും കുടിയിറക്കപ്പെടുന്നവന്റെ കൂടെയാണ്. കുടിയിറക്കപ്പെടുന്നവന്റെ കൂടെ കുടിയിറക്കപ്പെടുന്നവന്റെ കൂടെ എന്നും കുടിയിറക്കപ്പെട്ടവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അരപ്പട്ടിണിയിലും മുഴുപട്ടിണിയിലും മുണ്ട് കുലുക്കി കൊടുത്ത് കണ്ടവന്റെ കൈയും കാലും താങ്ങി ലോണെടുത്ത് നരിയും നായും കടിക്കാത്ത കേറിക്കിടക്കാൻ ഒരു കൊച്ചു കൂല പണിത ഒരു തലമുറ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് മൂലവിളിയിലും ചെങ്ങറയിലും മുത്തങ്ങയിലും ഇതേ വികസന നായകന്മാർ തന്നെയാണ് അന്ന് ഭരണപക്ഷമായും പ്രതിപക്ഷമായും നാളെ വിളിച്ചത്. അയ്യോ, ഞങ്ങളെ തുറന്നു വിട് സാറേ, തുറന്നു വിട് സാറേ, എന്റെ കുഞ്ഞിന്റെ പാഠപുസ്തകമാണ് സാറേ, അത് വലിച്ചെറിയരുത് സാറേ, അവർക്ക് നാളെ പള്ളിപ്പണിക്ക് പോകാനുള്ളതാണ് സാറേ, അത് വലിച്ചെറിയരുത് സാറേ, അത് വലിച്ചെറിയരുത് സാറേ. 10-15 വർഷമായി ഞങ്ങൾ ഈ ചെങ്ങരയിൽ വന്നിട്ടും സമരം തുടങ്ങിയിട്ടും ഇന്നേ വരെ തിരിച്ചറിയേക്കാൾ പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശവുമില്ല. റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ട് മണ്ണെണ്ണയുമില്ല. ഈ കുട്ടികൾക്ക് രാത്രി ഒന്നിരുന്ന് പഠിക്കാൻ ഡീസൽ വിളക്ക് കത്തിച്ചു വെക്കണത്. അതിൽ നിന്ന് വല്ല പുക ശ്വസിച്ച് പിള്ളേർക്ക് പല പല അസുഖങ്ങളും വന്നു തുടങ്ങി. പ്രധാനമന്ത്രിയുടെ സ്വന്തം എല്ലാ വീട്ടിലൊരു ശൗചാലയമല്ലേ. ഈ 550 വീട്ടിലും ഒരു ശൗചാലയം പോലും ഇല്ലാതെ വർഷങ്ങളായി കഴിയുന്നു. പറമ്പിക്ക് പാടത്തേക്ക് വെളിക്കിരുന്ന് അവിടെ ഒഴുകി വന്ന വെള്ളവും കുടിച്ച് എന്നും പല പല അസുഖങ്ങളാ ഇവിടത്തുകാർക്ക്. കൊണ്ടുപോകാനോ ഒരു നല്ല ആശുപത്രി പോലും ഇല്ല. ഇതൊന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു നാട് ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ? പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം നീതി ലഭിക്കുന്നില്ല? അന്ന് ഒരു കൂട്ടം പോലീസുകാരെ മുത്തങ്ങയിൽ വന്ന് നീ എന്നോടാ മതം വാക്കണമെന്ന് പറഞ്ഞ് റോഡിൽ കൂടി വലിച്ചടച്ചോണ്ട് പോയി മക്കളെ. എന്നിട്ട് ഇവരിലൊരാളായിരുന്നു ഞാനും. മരണസാക്ഷിക്ക് വേണ്ടി രംഗത്തെത്താൻ ആയിരങ്ങളുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങളായി സമരം ചെയ്യുന്ന മുത്തങ്ങയിലും മൂലപ്പിള്ളിയിലും ചെങ്ങറയിലും അങ്ങനെ കാലാകാലങ്ങളായി കുടിയിറക്കപ്പെടുന്ന എന്റെ തലമുറയിലേക്ക് ഒരു നേതാവോ മാധ്യമങ്ങളോ കടന്നു വന്നിട്ടില്ല. എന്നിൽ നിന്നും നിങ്ങളിലേക്കുള്ള ദൂരം ഒട്ടും വിദൂരതയിലല്ല. പ്രിയരെ, അല്പം മുമ്പ് നിങ്ങൾക്ക് മുന്നിൽ മിന്നിമറിഞ്ഞ മൂലവിളിയിലെ മേരി ചേച്ചി, ചെങ്ങറയിലെ ലാഹ ഗോപാല ചേട്ടൻ, മുത്തങ്ങയിലെ മാതൻ പാകൻ എന്ന ആദിവാസി കുട്ടികൾ ഇന്നും സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. സംശയമുള്ളവർക്ക് ഞാൻ വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യൂട്യൂബിൽ തിരഞ്ഞു നോക്കാവുന്നതാണ്. സമൂഹത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന കുറച്ച് ജനതയുടെ യഥാർത്ഥ മുഖം നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അതിന്റെ ഉദ്ദേശം.
കുടിയിറക്കലുകൾ എന്നും ദുരിതം തന്നെയാണ്. പക്ഷേ അതിൽ ദരിദ്രനും ധനികനും രണ്ട് നിയമങ്ങളും രണ്ട് സഹായഹസ്തങ്ങളും എന്ന വിരോധാഭാസം ഇനിയെങ്കിലും തുടരാതിരിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.